ഹലോ എവരിവൺ, ഇന്ന് 20-ാം തീയതിയാണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേയുടെ തൊട്ടടുത്ത ദിവസമാണ്. രാവിലെ തന്നെ കുളിച്ച് മാറ്റിയതിനു ശേഷം ഇന്നലെ ഇപ്പോൾ ഗിഫ്റ്റായിട്ട് വാങ്ങി തന്നിട്ടുള്ള ഡ്രസ്സ് ഇട്ടു. ഇനി നേരെ ഓർബിറ്റിലേക്ക് പോവാണ്. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷം നേരെ എല്ലാവരും കൂട്ടിയിട്ട് ഒന്ന് കോഴിക്കോട് കറങ്ങാൻ പോകണം. കുറച്ച് ദിവസമായി ഇപ്പോൾ ഇങ്ങനെ പറയുന്നു നമുക്ക് കോഴിക്കോടൊക്കെ ഒന്ന് കറങ്ങാൻ പോകണമെന്ന്. അപ്പോൾ അതൊന്ന് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഇത് ഷർട്ട്, പിന്നെ ഒരു ബ്ലൂ പാൻറ്. ഇത് രണ്ടും ഇന്നലെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഇപ്പോൾ വാങ്ങിച്ചതാണ്. അതേപോലെ തന്നെ ശരിയമായി എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ്. അങ്ങനെ ഓർബിറ്റിൽ പോയി തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ന് 8-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ആയിരുന്നു എനിക്ക് ക്ലാസ്. 10 ഇംഗ്ലീഷിൽ 2 മണിക്കൂർ, 10 മലയാളത്തിൽ 1 മണിക്കൂർ, 8-ാം ക്ലാസ്സിൽ 1 മണിക്കൂർ, അങ്ങനെയായിരുന്നു ക്ലാസ്സുകൾ. എല്ലാ ക്ലാസ്സിലും നല്ല അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തു. 10th മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ 3 ചാപ്റ്റർ നിന്ന് തീർത്തു, 3ാമത്തെ ചാപ്റ്റർ നിന്ന് തീർത്തു. ഇനി ഇംഗ്ലീഷ് മീഡിയത്തിൽ ഒരു ചാപ്റ്ററും കൂടി തീരാനുണ്ട്. ആ ചാപ്റ്റർ തീരാൻ വേണ്ടിയിട്ട്, 3rd ചാപ്റ്റർ തീരാൻ വേണ്ടിയിട്ട് ഒരു ഹവറും കൂടെ മതി. പിന്നെ 8-ാം ക്ലാസ്സിൽ നിന്ന് റിവിഷൻ ക്ലാസ് ആയിരുന്നു, അതും കൊടുത്തു. അങ്ങനെ അവർക്ക് വീക്ക്ലി എക്സാം ഉണ്ട്. വീക്ക്ലി എക്സാം എല്ലാ ആഴ്ചയിലും നടക്കുന്ന എക്സാമാണ്. ഇന്ന് ഇംഗ്ലീഷ് ആയിരുന്നു സബ്ജക്റ്റ്. അതും നടത്തി പേപ്പറെല്ലാം കളക്ട് ചെയ്ത് വെച്ച് ഓഫീസിൽ വെച്ചതിന് ശേഷം ഞാനിത് വീണ്ടും വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ നേരെ കോഴിക്കോട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇത് നമ്മൾ ലുലു മാളിലെത്തിയിരിക്കുകയാണ്. ലുലു കോഴിക്കോട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത്. വണ്ടി എന്തായാലും ഇവിടെ പാർക്കിംഗ് ലോട്ടിൽ നിർത്തി വെച്ചിട്ടുണ്ട്. ഇനി ലുലുവിൻ്റെ അങ്ങോട്ട് പോയി വെക്കാം, അകത്തൊക്കെ ഒന്ന് കയറി വെക്കാം. ഇതിന് മുമ്പ് ഞാൻ ഒരു തവണ അവിടെ വന്നിട്ടുണ്ട്. അന്ന് ഒരുപാട് കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെയാണ് ഞാൻ വന്നത്. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് വരുന്നത്. ഒന്ന് പോയി നോക്കാം. ലുലുവിനകത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നേരെ കാണുന്നത് ഹൈപ്പർ മാർക്കറ്റിലാണ്. അപ്പുറത്ത് പച്ചവെള്ളം കിട്ടും തോന്നുന്നുണ്ട്. ഒന്ന് പോയി വെള്ളം കുടിച്ചിട്ട് തരണം. നിറയെ തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആയിരിക്കും ഭയങ്കര തിരക്കുള്ളത്. ലുലുവിനകത്ത് ഭയങ്കര തിരക്കാണ്. ഞങ്ങളാണെന്നുണ്ട് കായില്ലാത്തവര് ഇറച്ചിക്കൊന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തെണ്ടി തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ അബീണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഒന്നും നടന്ന് കാണാനൊന്നുമില്ല, അത്രയേ ഉള്ളൂ. ഒരുപാട് ഐറ്റംസ്, കുറേ സാധനങ്ങൾ. ഇവിടുത്തെ വെറൈറ്റി ഓഫ് മട്ടൺ ഐറ്റംസ്, ഒരുപാട് തരം മട്ടൺ ഐറ്റംസ്. ഇവിടെയാണെങ്കിൽ ഫുൾ ബീഫ് ഐറ്റംസ് ആണ്. മൊത്തം ബീഫിൻ്റെ വേറെ വേറെ ഐറ്റംസ് ആണ്. നമ്മളൊന്നും ഇതുവരെ കാണാത്ത പലതരത്തിലും മുറിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. ഈ സൈഡിൽ ചിക്കൻ്റെ ഐറ്റംസ്, ഫുള്ള് ചിക്കൻ, മൊത്തം ചിക്കൻ ഐറ്റംസ്, വെറൈറ്റി ഓഫ് ചിക്കൻസ്. അതുപോലെ ഐസിൽ ടൈപ്പ് ഒരുപാട് തരം മീനുകളും ഇവിടെയുണ്ട്. എന്തൊക്കെയോ മീനുകളാണ്, പേര് പോലും അറിയാൻ പറ്റില്ല. അവിടെ വരെയുണ്ട് വലിയ ചെമ്മീനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ആയിട്ടൊക്കെ ലോബ്സ്റ്റർ എടുക്കുന്നുണ്ട്. വെറൈറ്റി ഓഫ് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ അതെ കോഫിയൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ കോഫിയാണ്. കോഫി ബീൻസ് എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ കുറേ പലഹാരംസ്. സ്നിക്കേഴ്സ് എടുത്തേ, നമുക്ക് ഒന്ന് വാങ്ങി തരട്ടെ. പൈസ ആരും കൊടുക്കും, പൈസ കൊടുക്കാണെന്നുണ്ടെങ്കിൽ എടുത്തോ. എടുത്തോണെങ്കിൽ RIP. പിള്ളേർക്ക് എല്ലാവർക്കും മിഠായി വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ള രണ്ടാക്കും പിന്നെ അമ്മക്കും എല്ലാവർക്കും ഉണ്ട് മിഠായി. ഇവനെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഈ സാധനം വാങ്ങിച്ചിടുന്നുള്ള പറ. ഞാനാണ്, വേറെ ആരുമല്ലല്ലോ. ഓക്കെ, ഒരാളിത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണ് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുറേ നേരമായാലും ഇവിടെ നോക്കിയാണ്. എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇത് അമ്മക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങി. ഇത് ഞാൻ അമ്മക്ക് വേണ്ടിയിട്ട് വാങ്ങിയാണ്. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഇത് ഇലക്ട്രോണിക്സിൻ്റെ സെഷനിലെത്തിയതാ. സെഡ് ഫ്ലിപ്പൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ മൊബൈലുകളാണ്. ഇവിടെയൊക്കെ എന്തൊക്കെ ടോ ഐറ്റംസ് ഉണ്ട്. എന്തായാലും നമ്മൾ നോക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട് സെഡ് ഫ്ലിപ്പ്? ഒന്ന് മടക്കി വയ്ക്കി. മടക്കിയിട്ട് കുഴപ്പമില്ല അല്ലേ? ഇപ്പോൾ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ മാറിയിട്ടുണ്ട്. മറ്റേ ക്രീസും പരിപാടിയൊക്കെ പോയി. ഇവിടെ ആദ്യം ഒരു കട്ടൗട്ട് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒഴിവാക്കിയത് ഫുൾ ഡിസ്പ്ലേ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഓപ്പൺ ചെയ്ത് നോക്കണമെന്നിട്ട് ഇത് ക്രീസ് കുറഞ്ഞുണ്ട്. പഴയതുപോലെ മുമ്പ് നല്ല ക്രീസ് ഉണ്ടായിരുന്നു. എന്നാലിപ്പം തൊട്ടത് കഴിഞ്ഞാൽ ചെറിയ തോതിൽ അറിയുന്നുള്ളൂ. ഇവിടെ ഏകദേശം നിങ്ങൾക്ക് കാണാൻ ക്രീസ്. കുഴപ്പമില്ല, ആവശ്യം നല്ല ഒരു ഫോണാണ്. കുറച്ചുകൂടെ വീതി കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ വീതി കുറവായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത് സി ഫോൾഡിൻ്റെ അടുത്ത് ഒരൊറ്റ മിനിറ്റ് എന്ന് പറഞ്ഞാൽ സി ഫോൾഡ് ഒരു ചക്കണക്കിലുണ്ട്. തിന്ന ഫോണ്, ഇത്ര ലൈറ്റ് തിന്നായിട്ടുള്ള ഫോൺ ഇവർ എങ്ങനെ സെറ്റ് ചെയ്തതെന്നാണ് മനസ്സിലാകാത്തത്. ഇനി ഇത് ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കണമെങ്കിൽ ഇപ്പോൾ ഏകദേശം ഡിസ്പ്ലേ കുറച്ചുകൂടെ വലുതാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ഓണാകത്ത് ഇത് AI ക്യാമറ ആണ്. 200 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. വേണ്ട, നമുക്ക് ബാക്ക് ക്യാമറ എടുത്ത് നോക്കാം. എത്ര പേര് സൂം ഉണ്ട്? 100x ഉണ്ടോ? ഇല്ല, 30x സൂം. ആളുടെ മുഖത്ത് കാണാം. എന്തായാലും സൂപ്പർ സാധനം. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് തുറക്കട. പ്രാവശ്യം എക്സ്പെൻഡ് സപ്പോർട്ടില്ല എന്ന് പറഞ്ഞത്. ഇത് ചക്ക കണക്കിന് ബസ്സിലിട്ടിട്ട് ഇവിടെ ഒരു ക്രീസ് ഉണ്ട്. ക്രീസ് നന്നായിട്ട് അറിയുന്നുണ്ട്. ഇത് അതുപോലെയല്ല, ഇത് അത്ര ക്രീസ് അറിയുന്നൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാംസങ്ങിൻ്റെ ഫോണുകൾ. ഫ്ലിപ്പും സി ഫോൾഡും. ഇത് എക്സിനോസ് ആണ്, ഇത് സ്നാപ്ഡ്രാഗൺ ആണ് അല്ലേ? ഇതെന്താണ് ഇത്? വാൾപേപ്പർ ഇന്നെ ആക്കി പറ്റിയോ? സെറ്റ് തന്നെ, സെറ്റപ്പ് അടിപൊളി. എവിടെ മള്ളു പോയാലും ഇങ്ങനെ ചെയ്യണം. അതെ തെണ്ടിത്തരം ചെയ്യരുത്. ഒഴിവാക്കിയത് ഒഴിവാക്ക്. ഇനി ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ എന്നെ ആയിരിക്കും കാണുക. തുറക്കുമ്പോൾ തുറക്കുമ്പോ ആയിരിക്കും കോമഡി. തുറക്കണേ, തുറക്ക്. തുറക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കും. അതെടുത്ത് ഒഴിവാക്കി. സീരീസ് വാച്ച് അൾട്ര ഉണ്ട്.
വാച്ച് അൾട്ര വന്നാൽ തോന്നുന്നു സെക്കൻഡ് തന്നെ ഇറങ്ങിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. വാച്ച് കാണാം, ഇതിൻ്റെ എക്സസൈസുകളും കാര്യങ്ങളും കുറേ മോഡുകൾ നമ്മളിതൊന്നും യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്, കാരണം അത് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ല. ഇത് വാച്ച് 7 സാധാ വാച്ച് 7 ആണ്, അതുണ്ട്. പിന്നെ S10 FE കീബോർഡൊക്കെ ഉണ്ടല്ലോ, സെറ്റപ്പ് ആണല്ലോ. ഇതിനിങ്ങനെ സ്റ്റാൻഡിൽ മാത്രമേ നിൽക്കുള്ളൂ. സൂപ്പർ ഡിസ്പ്ലേ, നല്ല വലുപ്പമുണ്ട്. ഇത് S10 FE മാത്രം, അത് SP പ്ലസ് ആയിരുന്നു അല്ലേ. ഇത് ഏകദേശം നല്ല കോമ്പാക്റ്റ് സാധനം. ഈ ഒരു സൈസിലുള്ളതാണ് നമ്മുടെ വീട്ടിലുള്ള S9 FE ഉള്ളത്. കൊള്ളാം, നല്ലൊരു സാധനം. അപ്പോൾ അതേ വിവോൻ്റെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. വിവോ X200 ആണ്, അൾട്ര അല്ല. എങ്ങനെയാണ് 100X പോലെ X100Xലൊന്നും എടുക്കില്ല. ഇത് X200 FE കൊള്ളാവുന്നൊരു ഫോണാണ്. തരക്കേടില്ലാത്തത് X200 Pro ഉണ്ട്, ഇതേ അടുത്ത് നോക്കുന്നുണ്ട്. ഇത് X200 FE, ഇത് കഴിഞ്ഞ ദിവസം റിലീസായിട്ടുള്ളൂ. ക്യാമറ ടെസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാവുന്നൊരു ക്യാമറ തന്നെയാണ് ഇതിനുള്ളത്. നല്ല ഇമ്പ്രസീവ് ആയിട്ടുള്ള ക്യാമറ. 3X. ഇനി 10Xലേക്ക് മാറുന്ന സമയത്ത് 10X തരക്കേടില്ല എന്ന് തോന്നുന്നു. നല്ല ക്യാമറയാണ്. ഇതിപ്പോൾ നമ്മൾ നോക്കുന്നില്ല, അതിൽ AI ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇനി X200 അൾട്ര അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ട്. ഇതാണ് X200 അൾട്ര, എടുത്ത് നോക്കാം. ഇത് ഡമ്മി മാത്രമേ ഉള്ളൂ, ഇതിൽ ഒറിജിനൽ ആയിട്ടുള്ള ഐറ്റം ഇവിടെ ഇല്ല. ഇത് ഡമ്മി ഫോണാണ്. സോറി ഗൈസ്, പറ്റിക്കപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഡമ്മി ഫോണായാലും കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. ഇതായിരിക്കും ഏകദേശം ലുക്കല്ലോ. എങ്ങനെയായിരിക്കും ലുക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാം, വേറെ ഒന്നുമില്ല. ഇതാ മാക്കിൻ്റെ ഭാഗത്ത് വന്നിരിക്കണം. മാക്ബുക്ക് എയർ ആണ് ഇപ്പോൾ ഉള്ളത്. എയർ ഒന്ന് തുറന്ന് നോക്കാം. ഇതിനകത്ത് നേരെ FCPയിലേക്കാണ് നമ്മൾ ഓണായി വന്നിട്ടുള്ളത്. ഇതിൽ വീഡിയോ ചെയ്ത് വെച്ചതുണ്ട്, ചെയ്ത് വെച്ചൊരു വീഡിയോ ഉണ്ട്. ഒരു ബ്രൂസ്ലിൻ്റെ വീഡിയോ ആണ് ഇതിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. തരക്കേടില്ലാത്ത നല്ലൊരു സാധന ഡിവൈസാണ്. ഇതിൽ ഞാൻ ഇങ്ങനെ മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഈ FCP നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എയർ ഡ്രോപ്പ് ചെയ്തെടുക്കാം. അത് നമ്മൾ ചെയ്യുന്നില്ല, ക്ഷേത്രത്തിലാണ്. എന്തായാലും മാക്കില്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ പിന്നെ ഐഫോൺ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നത്തിങ് ഇൻട്രസ്റ്റിംഗ്, അതുകൊണ്ട് ഒന്നും നോക്കുന്നില്ല. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇറങ്ങാൻ പോവാണ്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്, ഫുഡ് ഐറ്റംസ് ആണ്. ഞാൻ അപ്പുറത്താണ് എൻ്റെ റൈസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെ വേറെ എന്തൊക്കെ ഉപ്പിലിട്ടതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉപ്പിലിട്ടൊന്നും നമുക്ക് കണ്ടാം കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അപ്പുറത്തെ സൈഡിൽ ഇവിടെയാണ് റൈസ്. ഇവിടെ മന്തി 169 രൂപ ഒരു കിലോ മന്തിക്ക് ദൈവം നമ്മുടെ ഇവിടെ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുഡൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. നല്ല ഓഫറുകളും കാര്യങ്ങളുണ്ട്. ഇനി ഇവർ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങി, വലിയൊരു ബ്രെഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത്രയും വലിയ അതെ. പിന്നെ എന്തൊക്കെ ഫുഡുകൾ വാങ്ങിച്ചിട്ടുണ്ട്, ഇതൊക്കെ മുകളിൽ പോയിരുന്ന് കഴിക്കാം. ഇതൊക്കെ ട്രയൽ കിട്ടുമോ ചോദിക്കാമല്ലോ, അവളെ ചോദിക്കാം. ട്രയൽ കിട്ടോ? എല്ലാത്തിൻ്റെയും ഓരോ ട്രയൽ വരും ചോദിക്ക്. എല്ലാത്തിൻ്റെയും ഓരോ ട്രയൽ കിട്ടോ? ചോക്കോമോട് പറയട്ടെ, കയ്യിൽ വെച്ചോളൂ. മോള് കഴിച്ചു നോക്കിയേ. ഇതെന്താ ഐറ്റം എന്നറിയില്ല. ഇതെന്താ ഐറ്റം? അതാണ് പച്ചമുളക്, നല്ല എരിവുണ്ട്, കൊള്ളാം. അതെ അതെ, നല്ല എരിവാ. മക്കണോ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്ത് വേണ്ടത്? കഴിച്ചോ? ബില്ലടിച്ചോ? ഇല്ല. അപ്പുറത്ത് പോയി ബില്ലടി. വേണ്ട ഒന്നും വേണ്ട. എന്തായാലും ഇവിടെ അങ്ങനെ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. കിച്ചൺ അപ്പുറത്ത് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാവരും വന്ന് നോക്കാം. അപ്പോൾ യൂണിറ്റ് ഹബിൻ്റെ ഒരു ഇതുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കുണ്ട്. ഫുഡ് കോർട്ട് കം പ്ലേ സ്റ്റേഷൻ സ്ഥലങ്ങളാണ്. മൊത്തം തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. ഗെയിമുകളും കാര്യങ്ങളിലൊക്കെ സ്ഥലമാണ്. ഇവിടെ ഫുള്ള് തിരക്കാണ്. എന്തായാലും ഇവിടെ നിന്ന് ഇരിക്കാനൊന്നും സ്ഥലം കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്കുള്ള. പിന്നെ അപ്പുറത്തേക്കൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ ഭക്ഷണം വെക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. ചിലപ്പോൾ കേൾക്കുന്ന പോലും ഉണ്ടാവില്ല ഞാൻ പറയുന്നത്, കാരണം അത്രയ്ക്കധികം നോയ്സും ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഒരുപാട് ഫുഡ് സ്റ്റേഷനുകളുണ്ട്, ഇവിടെ ഗെയിംസ് ഉണ്ട്. അവിടെ ഒന്നും വലിയ കാര്യമൊന്നുമില്ല, അതൊന്നും കൊണ്ടൊന്നും കയറുന്നില്ല. ദേശീയ ഭക്ഷണമായിട്ടുള്ള ബ്രെഡ് ഇവിടുത്തെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഒരു പീസ് ആവട്ടെ, അടിച്ചു നോക്കിയിട്ട് പറഞ്ഞത്. അടിച്ചു നോക്കിയിട്ട് റബ്ബർ പോലെ ഇരിപ്പുണ്ട്. എങ്ങനെ ഉണ്ടാക്കി? സംഭവം റബ്ബർ പോലെ ഇരിക്കുന്നത്. ചവച്ചിട്ടും തീരുന്നില്ല. കഷ്ടപ്പാടാണ് കഴിക്കുന്നത്. ഫുഡ് കോർട്ടിൻ്റെ ഇതിലും കണ്ട് നടന്നതാണ്. നോക്കി എന്തോ ഒരു ജനം, അത്രക്കധികം ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. എങ്ങനെ ഇതിനുള്ളിലൂടെ നടന്നു പോകാം? ഭയങ്കര തിരക്ക്, കഷ്ടപ്പാടാണ് കേട്ടോ. പിന്നെ നേരത്തെ ഞാൻ കഴിച്ച ബ്രെഡില്ലേ, സംഭവം തിന്നാൻ കഷ്ടപ്പാടാണെന്നുണ്ടെങ്കിൽ രസമുണ്ട്. നല്ല ഒരു ക്രാക്കേഴ്സ് പറഞ്ഞ ബിസ്ക്കറ്റ് ഉണ്ട്, അതിനകത്ത് ടേസ്റ്റാണ് കിട്ടിയത്. ലുലു മാൾ എക്സ്പീരിയൻസ്. ലുലു മാൾ കോഴിക്കോട് എങ്ങനെയുണ്ട് ഗൈസ്? അന്ത രസമില്ലാത്ത ഇങ്ങോട്ട് പറയും. എടാ ഇങ്ങോട്ട് പറ. ആള് തെറ്റിപ്പോയി ഗൈസ്. ഒരൊറ്റ സങ്കടമേ ഉള്ളൂ. ഇവിടെ യൂണിസെഫിന്റെ പിരിവടക്കുന്ന സ്ഥലമാണ്. ഇതിന് തൊട്ടടുത്ത ടേബിളിലായിട്ട് ആരോ ഭക്ഷണം കളഞ്ഞിട്ട് പോയിട്ടുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. ഇനി നേരെ എക്സ്കവേറ്റർ എടുത്ത് താഴേക്ക് പോകും. ഇതിൽ വന്നിട്ട് ഒരുത്ത എന്നോട് പറയാണ് ഇത് വാങ്ങിത്തരാം. 5 പൈസ വരുമാനമില്ലാത്ത എന്നോട് പറയാണ് സോണി PS5 തരാം. എങ്ങനെ ഞാൻ വാങ്ങിത്തരും പറയൂ ആശി? ഈ തരും എനിക്ക് പൈസ, എന്നാൽ ഞാൻ അത് വാങ്ങിത്തരാം. ഈ പൈസ ഇത് വാങ്ങാനുള്ള പൈസ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വാങ്ങിത്തരാം. 2000 ഒന്നും പോരാ, കണ്ടോ? 49,990 രൂപയാണ്. ഇതിനാണെന്നുണ്ടെങ്കിൽ 54,990 രൂപയാണ്.
അത്ര ഉള്ളൂന്നോ? അത്ര ഉണ്ട്. ഈ പൈസ ഉണ്ടോ? ഇവിടെ ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ ഗെയിം കളിക്കാനുള്ള ഗെയിമിന്റെ CD-കളാണ്. വാങ്ങാൻ അടുത്ത പൈസ ഇല്ല. ഇപ്പോ ഈ നോബാണ് ഇതോ. ഇത് കളിക്കണം എന്നുണ്ടല്ലോ, ഇത് വേണം. ഈ PS5 ഇല്ല, അത് വർക്ക് ചെയ്യില്ല. വൈഫൈയിൽ കണക്ട് ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം പൈസ ഉണ്ടാക്കി ഈ പണിക്ക് വയ്ക്കോ. അതിനെ നാളെ തൊട്ട് പണിക്ക് വിടുകയാണ്. ഫൈനലി ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിനകത്ത് കയറി ഭക്ഷണം കഴിച്ചെന്നല്ലാണ്ട് ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടന്ന് പഠിത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. ലുലു മാൾ കണ്ടു, വണ്ടിയിൽ ഇറങ്ങി. ഇനി വണ്ടി എടുത്തിട്ട് തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോകണം. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം എന്നുള്ളതുകൊണ്ട് ഞാനിത് സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ ചിലപ്പോൾ വിരലൊക്കെ ഇതിൽ വീഡിയോയിൽ കാണും. ഒറ്റ കൈ കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായിട്ടുള്ള പണിയാണ്. എന്തായാലും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ അവരെല്ലാവരും പിക്ക് ചെയ്തിട്ട് അടുത്ത സ്പോട്ടിലേക്ക് വല്ലതും പോകാം. ഇനി അങ്ങോട്ടേ പോകേണ്ടതൊന്നും അറിയില്ല. ഒക്കെ ഇപ്പാൻ്റെ പ്ലാനാണ്. ഇനി ഇപ്പം ജോയിൻ ചെയ്തോട് ഇനി ഇപ്പാൻ്റെ പ്ലാനാണ്. സൈഡ് എന്ന് പറയുന്നത് ഇതൊന്ന് കാണിച്ചു തരാൻ വിട്ടുപോയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഇതൊന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. ആണ് പാർക്കിംഗ് ലോട്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് ലോട്ടാണ്. ഇതിലൂടെയാണ് അങ്ങോട്ട് പോവുക. ഇത് എൻട്രൻസ് 3ലേക്കാണ്. എൻട്രൻസ് 1 നമ്മളിപ്പോൾ ബാക്ക് സൈഡിലാണ്, അപ്പുറത്തെ സൈഡിലാണ് എൻട്രൻസ് 1. എത്തിയിട്ടുള്ളത് മാനാഞ്ചിറ സ്ക്വയറിലാണ്. ഇത് ഞാനിപ്പോൾ മുന്നിൽ നിൽക്കുന്നത് കോമൺ ട്രസ്റ്റിൻ്റെയാണ്. കോമൺ ട്രസ്റ്റിൻ്റെ ഫ്രണ്ടിലാണ്. ഇതാണ് മാനാഞ്ചിറ കുളം. ഇവിടെ നിന്നാണ് കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും വെള്ളം കൊണ്ടുപോകുന്നത്. കടലയും പിന്നെ ഉപ്പിലിട്ട മുക്കുന്നുണ്ട്. ഇതാണ് മാനാഞ്ചിറ സ്ക്വയറിൻ്റെ ഗേറ്റ് കടന്ന് നമുക്ക് ഉള്ളിലേക്ക് പോകാം. നമ്മളിതിന് ഒരുപാട് തവണ വന്നിട്ടുള്ള സ്ഥലമാണ്. എന്നാലും അങ്ങനെ വരാൻ രസമുള്ളൊരു സ്ഥലമാണ്. പക്ഷേ വണ്ടികൾക്ക് പാർക്കിങ്ങിന് ഏരിയ ഇല്ല എന്നുള്ള ഒറ്റ പ്രശ്നമുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മാനാഞ്ചിറ കുളം കാണാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള വെള്ളമൊക്കെ ഇവിടെ നിന്നായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. കുഴപ്പമില്ല, വൃത്തിയുള്ള നല്ല വെള്ളമാണ് എന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവുമല്ലോ. ഇത് വാക്ക് വേണ്ട. ഇവിടെ വേറെ എന്തൊക്കെയോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആയിട്ടൊരു പാർക്കാണുള്ളത്. പാർക്കിലൊന്നുമില്ല. ഇവിടെ കുറേ മരങ്ങൾ. ഇവിടെ ഫുൾ പ്ലെയിൻ ആയിട്ടുള്ള പാർക്കാണ്. ഇവിടെ ദിനോസറിൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ചെറുതാകുമ്പോൾ വന്ന സമയത്ത്. ഇവിടെ വേസ്റ്റൊക്കെ കൂട്ടിയിട്ടുണ്ട്. എന്തായാലും അകത്തേക്കൊന്ന് പോയി നോക്കാം. കിടക്കുമ്പോൾ ഒരുപാട് ആൾക്കാരെ കാണുകയും ദൂരെയായിട്ടൊരു പ്രതിമ കാണാം. ഒരു യൂണിവേഴ്സിറ്റിയിൽ നിൽക്കുന്ന ഒരു തലവത്തന്നെ നിൽക്കുന്ന ഒരു പ്രതിമയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. പിന്നെന്താ ഉള്ളത്? പിന്നെ അങ്ങനത്തെ ഫൈറ്റേഴ്സ് ഉണ്ട്. അച്ചോബിയും ആശയോ കോപ്രായം കളിക്കുന്നത്. എന്താടാ പോടാ. ഇതിൽ നടക്കാനുള്ളൊരു പാത്രമൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ഒന്ന് നടന്നു നോക്കാം. പറഞ്ഞതുപോലെ ഇതിലൊക്കെ ഇങ്ങനെ നടന്നു നോക്കുകയാണ്. കുറേ കാലം മുമ്പ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നടന്നു നോക്കി വെക്കുക. ഈ വൈകിനെ കുറിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ല. ഫുൾ ചളിയായിട്ടുണ്ട്. ഇവിടെ കുറച്ച് മഴ ആയതുകൊണ്ടായിരിക്കും മൊത്തം ചളി വന്നിട്ടുള്ളത്. വലിയൊരു ബനിയൻ ട്രീ ഇതാ ഇവിടെ ആയിട്ട് കാണാം. ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. എന്നാലും കുറേ വേരുകളുള്ളൊരു ബനിയൻ ട്രീ ആണത്. ഇവിടെയൊക്കെ കുറേ കപ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഏതാ ഞാൻ പറഞ്ഞ ദിനോസറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ അണ്ടർ കൺസ്ട്രക്ഷൻ എന്തോ ആണ്. ഇവിടെ മെയിൻ്റനൻസിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് അവിടെ ദിനോസറിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. എന്തായാലും അവിടെ നിന്നോട്ട്. അവിടെ ഫുൾ ചളിയാണ്. എന്തായാലും ഈ വഴിയൊക്കെ അങ്ങോട്ടൊന്നും നടക്കാൻ വയ്യ. ഞാൻ അവിടെ വെളിച്ചുള്ള ഭാഗത്തേക്ക് നടക്കണം. ഇതൊക്കെ ഇതിനകത്തൊക്കെ ഇരുട്ടാണ്, മരങ്ങളായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ കഴിയുന്നില്ല. നമുക്ക് അപ്പുറത്തതായിട്ട് നടന്നു നോക്കാം. സോറി ഗൈസ്, വെളിച്ചുള്ള ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. അവിടെ ഫുൾ കപ്പിൾസാണ്. പിന്നെ കുറേ ആൾക്കാർ നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നാട്ടുകാരൊക്കെ അവരുടെ ചില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കും. നമ്മൾ വന്നതുപോലെ നമ്മൾ കോണ്ടോട്ടിയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ചില്ല് ചെയ്യുന്നു. അവരുടെ നാടായതുകൊണ്ട് നടക്കാനൊക്കെ ഇറങ്ങുന്നതായിരിക്കും. ഇനി ഞാൻ അപ്പുറത്തേക്ക് പോകണം. നമ്മൾ ലുലുന്ന് ഫുഡ് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പ്ലേറ്റും വെള്ളം വാങ്ങിക്കാൻ അബീനെ പറഞ്ഞിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഫുഡ് കഴിക്കും. ഇവിടെ വന്ന സമയത്ത് വിചിത്രമായിട്ട് കണ്ടിട്ടുള്ളത് ഇടക്കിടക്ക് പൂട്ടിട്ട് എന്തിനൊക്കെ ആവശ്യമുണ്ട് ഇവിടെ. എന്തിനാണോ കുറേ പൂട്ടുകളുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. എന്തിനുള്ളതാണെന്ന് ദൈവം നമ്പരാൻ മാത്രമേ അറിയുള്ളൂ. കുറേ പൂട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എന്തിനു വെച്ചാണോ? ഹലോ, എന്താ പറയാ? എനിക്ക് എന്താ പാട്ടാടി? ഞാൻ റെക്കോർഡ് ചെയ്താൽ പാട്ടാടി. എന്താ ഈ പാട്? അയ്യോ അത് വേണ്ട. മന്തി എടുത്ത് നോക്കാൻ പോകണം. ചിക്കൻ ഉണ്ട്. ചിക്കൻ എങ്ങനെ നോക്കട്ടെ? ചിക്കൻ നോക്കണം. ഫുഡിനെ കുറിച്ച് പറയാളെ. പഴയ കപ്പാസിറ്റി ഒന്നുമില്ല. എങ്ങനെയുണ്ട് ഫുഡ്? പണ്ട് 7 തവണ അൺലിമിറ്റഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഹാഫ് പോലും പോകില്ല. നല്ല ഫുഡല്ലേ? ഫുഡ് കിട്ടില്ല. പക്ഷെ കപ്പാസിറ്റി തീരല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കനും കൊള്ളാം. അതിൻ്റെ പോലത്തെ കറി, മന്തിയും കറിയാണ് കിട്ടില്ല. പക്ഷെ നമ്മളെ ഒരു കപ്പാസിറ്റി പോയി. കപ്പാസിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ തിന്ന്. അങ്ങനെ ഫുഡ് കഴിച്ചു. ഇനി മാനാഞ്ചിറയിൽ നിന്ന് ഇറങ്ങാണ്. നല്ല ഫുഡായിരുന്നു. ലുലുവിലുള്ള മന്തിയായിരുന്നു. കുറച്ച് സ്പൈസിയാണ് സാധനം. സ്പൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇതിൻ്റെ സെൻസ് എരിവല്ല, അത് കുരുമുളക് ഇട്ട് നിറച്ചിരിക്കുകയാണ്. കുരുമുളകിൻ്റെ ഒരു അതിപ്രസരമാണ്. അതുകൊണ്ട് തന്നെ കുരുമുളകിൻ്റെ ഒരു കുത്തലുണ്ട്. ചിക്കനും കൊള്ളാം. നമുക്ക് 3 ആൾക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ട് 160 രൂപക്ക്. അതായത് നല്ല ലാഭമാണ് എന്നാണ് പറഞ്ഞു തരുന്നത്. പക്ഷേ നല്ല കമ്പറ്റീറ്റുള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ 2 ആൾക്ക് അത്രേ കഴിയുള്ളൂ. പക്ഷേ നമ്മൾ കുറച്ച് കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് 3 ആക്കുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സൈസ് ഉണ്ട് കഴിഞ്ഞാൽ പറയില്ല എന്ന് എനിക്കറിയാം. 2 ആൾക്ക് 3 ആക്കളെ കഴിക്കുമ്പോൾ കുറച്ച് കഴിക്കുള്ളൂ. എന്തായാലും കഴിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഓക്കെ ബൈ.